മനുഷ്യർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നു. എന്നാൽ മനുഷ്യർക്ക് സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുമുണ്ട്. എന്നാൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയത്രേ. യിരെമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ ഗോഡ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ കഴിവിൻ്റെയും പ്രവർത്തികളുടെയും പ്രത്യേകതകൾ അത്രേ. ഒന്ന്, ഹീ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം. സമയത്തിന് അവൻ പരിമിതിയുള്ളവനല്ല. 147-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനവും അതിവേഗം ഓടുന്നു. വർഷങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ചെയ്തു തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. 2, ഹീ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ലാക്ക്. അവിടുന്ന് ഇല്ലായ്മയാൽ ഒതുങ്ങുന്നില്ല. സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ അവന് പ്രസാദമുണ്ടെങ്കിൽ അവിടുത്തെ കൈയെ ആർക്കും ചെറുതാക്കുവാൻ കഴിയുകയില്ല. 3, ഹീ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ദി എനിമി. ശത്രുവിനാൽ അവിടുന്ന് പരിമിതപ്പെടുന്നില്ല. ലോകത്തിലുള്ള സകല ശത്രുക്കളേക്കാൾ നമ്മുടെ ദൈവം വലിയവനത്രേ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 4, ഹീ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ എനിത്തിങ്. അവിടുന്ന് ഒന്നിനും പരിമിതിയുള്ളവനല്ല. നമുക്ക് പ്രയാസമെന്നും പ്രതീക്ഷയില്ല എന്നും പഴക്കമായതെന്നും ഒക്കെ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുക. എരിയുന്ന തീച്ചൂളയ്ക്കുള്ളിൽ 4-മനായി കടന്നു വരുവാൻ നമ്മുടെ കർത്താവിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക? മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുവാൻ നമ്മുടെ കർത്താവിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക? പ്രതികൂലമായ തിരകളാൽ നടുക്കടലിൽ ശിഷ്യന്മാർ തണ്ടുവലിച്ച് വലഞ്ഞപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ അവരുടെ അടുക്കൽ കടന്നു ചെന്ന് കാറ്റിന് ശാന്തത വരുത്തി പടകിനെ എത്തിക്കേണ്ട തുറമുഖത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക? Have a blessed day.